ഈ ബജരംഗ് ദൾ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘടന തന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗ്രഹാം സ്റ്റേസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പോലുള്ള ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള നിരവധി ആക്രമണ പരമ്പരകളിലെ ഒരു പ്രതികളായി നിൽക്കുന്നവരാണ് ബജരംഗ് ദൾ. അവരുടെ അജണ്ട അതാണ്. RSS അടങ്ങുന്ന ബജരംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും BJPയും എല്ലാം അടങ്ങുന്ന സംഘപരിവാർ എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ഭൂരിപക്ഷ മതസമുദായത്തിന് പുറത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണാവകാശങ്ങളുള്ള പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് BJPയും അതിൻ്റെ വിശാല മുന്നണിയായിട്ടുള്ള സംഘപരിവാറും. തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് പറയുന്നത് വരെ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് അവരെയും അവർക്കൊപ്പമുള്ള ഈ കന്യാസ്ത്രീകളെയും ബജരംഗ് ദളിനെ പോലുള്ള ഒരു ക്രിമിനൽ ഹിന്ദുത്വ ആൾക്കൂട്ടത്തിൻ്റെ പിൻബലത്തിൽ വന്ന് ഭരണകൂടം ആക്രമിക്കുന്നത്? അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, മതേതരത്വത്തിനെതിരായി, മനുഷ്യരുടെ അവകാശങ്ങൾക്കെതിരായി നിയമത്തിന്റെ ഭാഗത്തു നിന്നോ നിയമനിർവഹണത്തിന്റെ ഭാഗത്തു നിന്നോ മറ്റ് സാമുദായിക സമ്മർദ്ദ ശക്തികളുടെ ഭാഗത്തു നിന്നോ വലിയ തോതിലുള്ള അട്ടഹാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒന്നാകെയുള്ള ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നു എന്ന് ഒരു ന്യൂനപക്ഷ സമൂഹം അപ്പാടെ തിരിച്ചറിയുകയാണ്. ഇതിനു മുൻപ് ഈ രീതിയിൽ ഈ അടുത്ത കാലത്ത് ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അടുത്ത കാലത്ത് ഇല്ലാത്ത തരത്തിൽ വളരെ കഠിനമായ, വളരെ ശക്തമായ, വളരെ ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് സഭകൾക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, അതിനെ ഈ പറയുന്ന ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം പരമാവധി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ് BJPക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന അതിന് പര്യാപ്തമായതാണോ? BJP വാസ്തവത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല BJPയുടെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായും ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിനെതിരായും തന്നെയുള്ള ഒരു അതിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള വളരെ ചിട്ടയും ഘടനാപരവുമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയായി കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതായത് സംഘപരിവാർ, RSS അടങ്ങുന്ന ബജരംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും BJPയും എല്ലാം അടങ്ങുന്ന സംഘപരിവാർ എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ഭൂരിപക്ഷ മതസമുദായത്തിന് പുറത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണാവകാശങ്ങളുള്ള പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് BJPയും അതിൻ്റെ വിശാല മുന്നണിയായിട്ടുള്ള സംഘപരിവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെയോ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെയോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ അയ്യോ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിയല്ല BJPയും RSSഉം. മറിച്ച് അത് ഞങ്ങളാണ് ചെയ്തത് എന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്നും വടക്കേ ഇന്ത്യയിലടക്കമുള്ള ഭൂരിപക്ഷ ഹിന്ദുക്കളോട് പറയുകയും അവരെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ ഇത് ഈ കേരളത്തിൽ ഇവിടെ കേൾക്കും, അതുപോലെ തന്നെ ക്രിസ്തുമസ് ആശംസകളൊക്കെയുമായിട്ട് അരമനയിൽ കയറുന്നത് അവരുടെ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി അനുസരിച്ച് കേരളത്തിൽ രാഷ്ട്രീയാധികാരം ഏതെങ്കിലും തരത്തിൽ അതിലേക്കുള്ള ചുവടുവെപ്പുകൾ നടത്തണമെങ്കിൽ ഇപ്പോഴുള്ള ഈ 20% നിന്നും മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കൂടി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ടാക്റ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളെയാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രിസ്ത്യാനികളുമായിട്ട് ഇവിടെ നടത്തുന്ന ക്രിസ്ത്യൻ സഭകളുമായിട്ട് റാദർ ദാൻ ക്രിസ്ത്യൻ സഭകളുമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. എന്നാൽ ഇതൊന്നും വടക്കേ ഇന്ത്യയിൽ അവർ നടത്തുന്നില്ല. എത്രയോ കാലമായിട്ട് ഈ ബജരംഗ് ദൾ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘടന തന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗ്രഹാം സ്റ്റേസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പോലുള്ള ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള നിരവധി ആക്രമണ പരമ്പരകളിലെ ഒരു പ്രതികളായി നിൽക്കുന്നവരാണ് ബജരംഗ് ദൾ. അവരുടെ അജണ്ട അതാണ്. ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ലല്ലോ, ഇന്നിപ്പോൾ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവർ ചരിത്രത്തോടും കാലത്തോടും എന്ത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ കൂടി ഭാഗമാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ എത്രയോ കാലമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതേതര രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ ഒട്ടകപ്പക്ഷിയെ പോലെ മുഖം പൂഴ്ത്തുകയും ഇതൊന്നും തങ്ങളുടേതല്ല, തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള നിലപാടെടുക്കുകയുമാണ് ഇവിടുത്തെ പ്രബല ക്രിസ്ത്യൻ സഭകൾ ചെയ്തത്. ഇപ്പോൾ
ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത പുരോഹിതൻ ഇവിടെ പറയുകയുണ്ടായി, കോൺഗ്രസിൻ്റെ കാലത്ത് അദ്ദേഹം BJP-യേക്കാൾ ഉപരി ചരിത്രത്തെയും കാലത്തെയും ഒക്കെ തൊട്ട് ഇതൊരു സാർവലൗകിക സാർവദേശീയ സർവകാല പ്രശ്നമാണ് എന്നുള്ള മട്ടിലാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടലാണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നമുണ്ടാവുന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം, അതിൻ്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം രാഷ്ട്രീയാധികാരം നേടുന്നത് മുതലാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ശക്തിയാർജിക്കുന്നത് മുതലാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇത്ര കൃത്യമായി അവർ ആസൂത്രിതമായ അജണ്ടയോടെ നടപ്പാക്കുന്നത്. ഇങ്ങനെ അജണ്ടയോടെ നടപ്പാക്കിയ മറ്റൊരു സാധനമാണ് ലവ് ജിഹാദിന്റെ പ്രചരണം. ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷപ്രചരണം കേരളത്തിൽ ഏറ്റെടുത്തത് ഇവരുടെ തന്നെ ബിഷപ്പ്, ഏതോ കല്ലറങ്ങാടൻ എന്നൊക്കെ പറയുന്ന ഒരു ബിഷപ്പാണ്. അതിന് സാധുത നൽകുന്ന വിധത്തിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ ഇങ്ങനെ ലവ് ജിഹാദിൽ പെടുത്തുന്നു എന്നൊക്കെ മറ്റുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ ഏറ്റെടുത്തത്. അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കയ്യാളുകളായി നിൽക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭ ചെയ്തത് എന്നും ഇപ്പോൾ പോലും വേണ്ട രീതിയിൽ തുറന്നെതിർക്കുന്നതിനും അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെ കാണുന്നതിനും എടുക്കത്ത് പറയുന്നതിനും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു കാര്യം, ഒറ്റ കാര്യം കൂടി പറയട്ടെ മാധു. ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് മതപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നതിനുള്ള അവകാശവും അത് തന്നെയാണ്. ഈ മധ്യപ്രദേശിലെ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് ഇവിടെ പരാമർശിച്ച 1968 ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ കുറിച്ചുള്ള റവറൻ സ്റ്റാനിസ്ലാവ്സ് കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഈ പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ്. ആരെയെങ്കിലും നിർബന്ധിതമായി മതം മാറ്റുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. നിർബന്ധിതമായി മതം മാറ്റുക എന്ന് പറയുന്നത് മതപരിവർത്തനത്തിൽ ആ വാക്കിൽ തന്നെ ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തങ്ങളുടെ മുതിർന്ന മനുഷ്യർ, 18 വയസ്സിന് മുകളിലുള്ള സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന മുതിർന്ന മനുഷ്യർ തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് പറയുന്നത് വരെ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് അവരെയും അവർക്കൊപ്പമുള്ള ഈ കന്യാസ്ത്രീകളെയും ബജരംഗ് ദളിനെ പോലുള്ള ഒരു ക്രിമിനൽ ഹിന്ദുത്വ ആൾക്കൂട്ടത്തിൻ്റെ പിൻബലത്തിൽ വന്ന് ഭരണകൂടം ആക്രമിക്കുന്നത്? ഇത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെങ്ങും ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങളെയും മൗലികാവകാശങ്ങളെയും ഇല്ലാതാക്കുകയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയ്ക്കൊത്ത് ഈ രാജ്യത്തെ കൊണ്ടുപോവുകയും ഇതിൻ്റെ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ബേസിക് സ്ട്രക്ചറിനെ തകർക്കുകയും ചെയ്യുന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്.